അപ്പൊ ഓണത്തിന് വല്ല ഓഫർ വല്ലതും കൊടുക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കിലോ 500 രൂപ, 2 കിലോ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ഫ്രീ. 2 കിലോ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ഫ്രീ. തികച്ചും സൗജന്യം. 5 ലിറ്റർ ഫസ്റ്റ് പ്രൈസ്, അതായത് 2500 രൂപ വില വരും അതിന്. അപ്പൊ ഗൈസ് 5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് എന്താണ്? സെക്കൻഡ് പ്രൈസ് ഇൻഡക്ഷൻ കുക്കറാണ്. തേർഡ് പ്രൈസ് നമ്മുടെ അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ആണ്. അതെ. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കവരത്തി ഓയിൽ ആൻഡ് സ്പൈസസിലാണ് ഞാനെന്നുള്ളത്. ഒരു മായവും കലരാതെ നാടൻ കൊപ്രായിട്ട് വെളിച്ചെണ്ണ ആട്ടി ചക്കിൽ ആട്ടി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഗൈസ് ഇതാണ് ആ സ്ഥാപനത്തിന്റെ ഓണർ. ഷെമീർ ഭായി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മുബാറക്കല്ലേ. നമുക്ക് നിങ്ങളുടെ സംരംഭം ഒന്ന് ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മായം ചേർക്കാത്ത വെളിച്ചെണ്ണയും പ്രോഡക്റ്റുകളാണ് നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ ആട്ടുന്നത് എള്ളെണ്ണയാണ് ആട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എള്ള് കാണാം. എള്ളെണ്ണയാണ് ആട്ടുന്നത്. നല്ല ശുദ്ധമായ, നമ്മളിപ്പോ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ പൊടി ഉണ്ട്, പൊടി പാറും. പൊടിയൊന്നും പാറാതെ നല്ല വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള എള്ളാണിത്. ഇത് ഇങ്ങോട്ട് തന്നെ നോക്കിക്കോളൂ. നമ്മള് എള്ള ആടി വരുന്ന എണ്ണയാണ് ഈ കാണുന്നത്. നല്ല പ്യുവർ ആയിട്ടുള്ള എള്ള്. ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ. എള്ളിട്ട് കരിപ്പട്ടിയുടെ പാനിയാണ് ഒഴിക്കുന്നത്. കരിപ്പട്ടിയുടെ പാനി. അതെ, കരിപ്പട്ടിയുടെ പാനിയാണ്. അതെന്താണ് കരിപ്പട്ടിയുടെ പാനി ഒഴിക്കുന്നത്? കരിപ്പട്ടിയുടെ പാനി ഒഴിക്കുന്നത് നമ്മളെ എള്ള് കടുക് ഒക്കെ നമുക്ക് പദം കൊടുക്കണം. പദം ഇത് ആടി ലഭിക്കണമെങ്കിൽ പദം കൊടുക്കണം. പദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് പാനി കൊടുക്കുന്നത്. പാനി കൊടുത്താലേ പദം കിട്ടത്തുള്ളൂ, എന്നാലേ എണ്ണ ഇറങ്ങത്തുള്ളൂ. എള്ളെണ്ണ ആട്ടി വെച്ചിരിക്കുന്നതാണ്. പ്യുവറായിട്ടുള്ള എള്ളെണ്ണയാണ്. കുറച്ചുകൂടെ ഒക്കെ തെളിയാനുണ്ട്. ഇത് നമ്മള് 3-4 ദിവസം കഴിയുമ്പോഴത്തേന് നല്ല ഗോൾഡിഷ് കളർ വരും. ഓക്കെ. അപ്പൊ ഗൈസ് ഒറിജിനൽ എള്ളെണ്ണയാണ് ഇത് കേട്ടോ. മായമൊന്നുമില്ല. ലൈവായിട്ട് ചക്കിൽ ആട്ടി കൊടുക്കുന്നതാണ്. സീഡ് കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ചക്കിൽ ആട്ടി കൊടുക്കുകയാണ്. വിശ്വാസത്തോടെ വാങ്ങിക്കാം. പിന്നെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്? നമുക്ക് വെളിച്ചെണ്ണ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാല് കൊപ്ര കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണ, അതേപോലെ ലൈവായിട്ട് വെളിച്ചെണ്ണ, അതുപോലെ കടുകെണ്ണ, എള്ളെണ്ണ. സൺഫ്ലവറിന്റെ സീഡ് അവൈലബിൾ ആകുന്ന സമയത്ത് സൺഫ്ലവറിന്റെ സീഡിന്റെ ഉണ്ട്. കടുകുണ്ട്. കടുകെണ്ണ എന്ന് പറഞ്ഞാൽ ദേഹത്തിന് വേദനക്കൊക്കെ വളരെ ഉത്തമമാണ്. അതെല്ലാം നമ്മളിവിടെ ലൈവായിട്ട് ആട്ടുന്നുണ്ട്. നമുക്ക് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചോളത്തിന്റെ പുട്ടുപൊടി. ഏതെന്ന് പറഞ്ഞാൽ ചോളത്തിന്റെ പുട്ടുപൊടിയാണ്. ചോളം കഴുകി വൃത്തിയാക്കി ഉണ്ടാക്കിയ പുട്ടുപൊടി. ചോളത്തിന്റെ പുട്ടുപൊടി. അതെ, ചോളത്തിന്റെ പുട്ടുപൊടി. അതൊന്നും അധികം അവൈലബിൾ അല്ല. അതുപോലെ റാഗി കഴുകി ചെയ്ത റാഗിയുടെ പുട്ടുപൊടി ഉണ്ട്. പിന്നെ അരിയുടെ സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ട്. അരിയുടെ. അതെ. പിന്നെ നമ്മള് അരിപ്പൊടി, മസാലകളാണെന്നുണ്ടെങ്കിൽ ബീഫ് മസാല, ഇത് ഗരം മസാലയാണ്, സാമ്പാർ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ബീഫ് മസാല, ചിക്കൻ മസാല, അതുപോലെ എല്ലാ മസാലകളും നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കർഷകരെ നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടിലെ കർഷകര് ആര് സാധനം കൊണ്ടുവന്നാലും നമ്മൾ അവരുടെ നമ്മൾ മാർക്കറ്റ് റേറ്റിന് കളക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ജാതിപത്രി, ജാതിക്കുരു, കുരുമുളക്, തേങ്ങ, കൊപ്രയായിട്ടുണ്ട്, കൊപ്ര, മഞ്ഞള് ഒക്കെ പരമാവധി നമ്മുടെ നാട്ടിലെ കർഷകരെ തന്നെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? നമ്മളിപ്പോ 7 വർഷമായിട്ടുണ്ട് ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അതെ, നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് മാത്രം വളരെ ചെറിയ രീതിയിൽ ഒരു വെളിച്ചെണ്ണ മാത്രമുള്ള ഒരു മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 3 കിലോ 500 അല്ലേ? അതിലിപ്പോ ഓഫറാണ്. ഓണത്തിന് ഓഫർ ഇട്ടൊക്കെയാണ് 3 കിലോ 500 രൂപ. കാശ്മീരി 2 കിലോ 500 രൂപ. 2 കിലോ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ഫ്രീ. 2 കിലോ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ഫ്രീ. തികച്ചും സൗജന്യം. നമ്മൾ അങ്ങനെ അമിത ലാഭ കാര്യങ്ങളൊന്നുമില്ല. നാട്ടുകാർക്ക് പരമാവധി അവർക്ക് വില കുറച്ച് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. 2 കിലോ വാങ്ങിക്കുമ്പോൾ 1/2 കിലോ ഫ്രീ. 1/2 കിലോ ഫ്രീ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമുക്ക് മഴയാണെങ്കിൽ എങ്ങനെ ഉണക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഞാൻ കൂടെ കാണിച്ചു തരാം. നമുക്ക് ഡ്രയർ യൂണിറ്റ് ഉണ്ട് കടയിക്കാട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഡ്രയർ യൂണിറ്റ് ഉണ്ട്. അപ്പൊ മഴയാകുമ്പോൾ ആൾക്കാർ മഴയത്ത് വെളിച്ചെണ്ണ കിട്ടുന്നത്? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ വെയിലില്ലെങ്കിലും നമ്മൾ ഉണക്കാൻ പറ്റും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ ഡ്രയറെ തന്നെ ഉണക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ ബ്രാഞ്ചുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടോ? അതെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 7 വർഷം ഇവിടെ തുടങ്ങിയിട്ട് നമ്മളിവിടെ തുടങ്ങിയതിനു ശേഷം നമുക്ക് മാങ്ങാങ്കുഴിയിൽ നിന്ന് ഒത്തിരി കസ്റ്റമർ ഉണ്ടായിരുന്നു, ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ 3 വർഷം മുമ്പ് മാങ്ങാങ്കുഴിയിൽ ഒരു ബ്രാഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് ആയതുകൊണ്ട് വിജയകരമാണ്. 2 ഓട്ടോമേറ്റഡ് ആണ് ഇവിടുത്തെ ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എല്ലാ കസ്റ്റമറും ഒരേപോലെ തന്നെ കിട്ടും. അല്ലാതെ കുറവ് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മെഷീൻ ആയതുകൊണ്ട്
അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. 1 ലിറ്റർ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് 1 ലിറ്റർ 1/2 ലിറ്റർ 1 കിലോ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തൊടുവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കൈകൊണ്ട് ടാപ്പ് തുറക്കാൻ ഒരു പ്രശ്നമില്ല. ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഈ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് ക്യാപ്പ് ഇട്ട് കൊടുക്കാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. വിലയൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പം? അതെ അതെ അതെ. പക്ഷെ നമ്മള് കൊപ്രയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ റീസണബിൾ ആയിട്ടുള്ള മാർജിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ കസ്റ്റമേഴ്സിന് എല്ലാ മില്ലുകളും കിട്ടുന്നതിനേക്കാളും ഒത്തിരി വില കുറച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. 1 ലിറ്റർ 430 രൂപയേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ഹോട്ടലുകള് കാറ്ററിംഗുകാര് കടക്കാര് എല്ലാം നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ടാണ് അതിന്റെ റേറ്റ് കൊടുക്കുന്നത്. അത് താല്പര്യം ഹോൾസെയിലായിട്ട് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ മാങ്ങാങ്കുഴിയിലുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണം. നാടൻ കൊപ്രയാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിൽ ഉണക്കുന്ന പോലെ നല്ല ഉണക്കെന്നൊക്കെ പറഞ്ഞ കേട്ടോ നല്ല കൊപ്രയാണ്. അതെ നല്ല അതാണ്ട് വെളിച്ചെണ്ണയായിട്ട് വരുവാണല്ലേ? അതെ അതെ അതെ. കണ്ടോ മക്കളെ, ഒറിജിനൽ വെളിച്ചെണ്ണ ഇതാണ് കേട്ടോ. ആ മണം കണ്ടില്ലേ? അടിപൊളി മണമാണ്. ഒറിജിനൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇതാണ്. ചക്കിലാടി കണ്ടോ, അടിപൊളി കണ്ടോ, ഒഴുകി വരുന്ന വരവ് കണ്ടോ മോനെ. ഫിൽറ്റർ അരിച്ചെടുക്കുമല്ലേ? അതെ അതെ. നമ്മളെ നാച്ചുറൽ ഫിൽറ്ററിംഗ് ആണ്. 5 ദിവസം നമ്മൾ ടാങ്കിൽ വെച്ചിട്ട് മട്ടടി അടിച്ചിട്ട് മേളിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈവ് ആയിട്ടാണ് വെളിച്ചെണ്ണ എല്ലാം ആട്ടി കൊടുക്കുന്നത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.